നമസ്കാരം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അത്ഭുതകരമായ വേഗതയിൽ കുതിച്ചുയരുന്നതായി റിപ്പോർട്ട്. 2030 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 20.7 ട്രില്യൺ ഡോളറിലേക്കും 2038 34.2 ട്രില്യൺ ഡോളറിലേക്കും എത്തുമെന്ന് EY എക്കോണമി വാച്ചിന്റെ 2025 ഓഗസ്റ്റ് പതിപ്പ് റിപ്പോർട്ട് ചെയ്തു. ശക്തമായ സാമ്പത്തിക അടിത്തറ, അനുകൂലമായ ജനസംഖ്യാപരമായ ഘടകങ്ങൾ, സർക്കാർ നടപ്പാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയാണ് ഭാരതത്തിന്റെ ദീർഘകാല വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 28.8 വയസ്സ് ശരാശരി പ്രായമുള്ള ഇന്ത്യയിലെ യുവാക്കളുടെ നിരക്ക്, ഉയർന്ന സമ്പാദ്യ നിക്ഷേപ നിരക്കുകൾ, കുറഞ്ഞു വരുന്ന സർക്കാർ കടം, GDP അനുപാതം എന്നിവ ഇന്ത്യയുടെ വളർച്ചാ സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിലവിൽ 81.3% കടം GDP അനുപാതം 2030 75.8% കുറയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഘടകങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 13 വർഷത്തിനുള്ളിൽ മറ്റ് പ്രധാന സമ്പദ് വ്യവസ്ഥകളെ മറികടന്ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഭാരതത്തിന് കഴിയുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു. നിലവിൽ 4.19 ട്രില്യൺ ഡോളർ GDP-യുമായി ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ ഭാരതം. 2028-30 കാലയളവിൽ ഇന്ത്യ 6.5%, അമേരിക്ക 2.1% വളർച്ചാ നിരക്ക് നിലനിർത്തിയാൽ 2038 പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ ഇന്ത്യ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മറികടക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മറ്റ് പ്രധാന സമ്പദ് വ്യവസ്ഥകളായ ചൈന, അമേരിക്ക, ജർമ്മനി, ജപ്പാൻ എന്നിവ നേരിടുന്ന വെല്ലുവിളികളും റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ 2030 42.2 ട്രില്യൺ ഡോളറിൽ എത്തും എങ്കിലും പ്രായമായ ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന കടവും അവർക്ക് ഭീഷണിയാകുന്നു. അതേസമയം അമേരിക്ക ശക്തമായി തുടരുമെങ്കിലും GDP-യുടെ 120%-ലധികമുള്ള കടവും സാവധാനത്തിലുള്ള വളർച്ചയും അവർക്ക് വെല്ലുവിളിയാണ്. ജർമ്മനിയും ജപ്പാനും പ്രായമായ ജനസംഖ്യയും ആഗോള വ്യാപാരത്തെ ആശ്രയിക്കുന്നതും കാരണം വളർച്ചാ വെല്ലുവിളികൾ നേരിടുന്നു. GST, പാപ്പരത്ത നിയമാവലി, UPI അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനങ്ങൾ തുടങ്ങിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2028 ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ വിപണി വിനിമയ നിരക്കിൽ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫുകൾ പോലുള്ള ബാഹ്യ വെല്ലുവിളികൾ പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും കയറ്റുമതി വൈവിധ്യവൽക്കരണവും ഏതൊരു സാമ്പത്തിക മാന്ദ്യതയും പരിമിതപ്പെടുത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വെബ് ഡെസ്ക്, തത്തുമൈ TV.